പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ സിനിമകളുടെ കളക്ഷനും ആയിട്ട് ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ തരാം. ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇത് ഇന്നും മികച്ച രീതിയിൽ കളക്ഷൻ തുടരുന്ന കാഴ്ചയാണ് തുടരും എന്ന ചിത്രം കാണിക്കുന്നത്. തരുൺമൂർത്തി, മോഹൻലാൽ, ശോഭന കോംബോ ഒന്നിച്ചപ്പം മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റിലേക്കാണ് നമുക്ക് എത്തുന്നത്. ഏകദേശം 235 കോടിക്ക് മുകളിലുള്ള തുകയാണ് വേൾഡ് വൈഡായിട്ട് ചിത്രം നേടിയിരിക്കുന്നത്. 119 കോടിയോളം കേരള കളക്ഷനായിട്ട് നേടുന്നു. ഇന്നലെയും 4 ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയ ചിത്രം ഇന്ന് 5 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തുടരും ചിത്രം തിയേറ്ററിലും OTTയിലും തികഞ്ഞ വിജയമായിട്ട് മാറുന്നതാണ്. അതുപോലെ ട്രെൻഡിങ് ലിസ്റ്റ് OTTയുമായിട്ട് ബന്ധപ്പെട്ട ട്രെൻഡിങ് ലിസ്റ്റ് വന്നപ്പോൾ 2 ചിത്രങ്ങളാണ് മലയാളത്തിൽ അരങ്ങ് തകർക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടരും എമ്പുരാനും റിലീഫായിരിക്കുന്നത്. അപ്പോൾ OTTയിൽ നമ്മൾ നോക്കുമ്പം മലയാളത്തിൽ ഇപ്പോഴും മലയാള ചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്ത് തുടരും തന്നെയാണ് OTTയിൽ നിൽക്കുന്നത്. അതുപോലെ 2ാമത് നിൽക്കുന്നത് എമ്പുരാനാണ്. ആ 2 ചിത്രങ്ങളും എമ്പുരാൻ OTT വന്നിട്ട് ഏകദേശം 1 മാസത്തോളം അടുക്കുന്നു. അപ്പോഴും 2ാം സ്ഥാനത്ത് എമ്പുരാനാണ് നിൽക്കുന്നത്. അപ്പോൾ OTT തരംഗമായി ലാലേട്ടൻ ചിത്രങ്ങൾ രണ്ടും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തെലുങ്കിൽ തുടരും എന്ന ചിത്രമാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എമ്പുരാൻ 9-ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. ഹിന്ദിയിൽ തുടരും 3-ാം സ്ഥാനത്ത്, എമ്പുരാൻ 4-ാം സ്ഥാനത്ത്. കന്നഡയിൽ തുടരും 1-ാം സ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു, എമ്പുരാൻ 4-ാം സ്ഥാനത്ത്. തമിഴ്നാട്ടിൽ തുടരും 3-ാം സ്ഥാനത്ത്, എമ്പുരാൻ 10-ാം സ്ഥാനത്ത്. അപ്പം തുടരും എമ്പുരാൻ തന്നെയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ തരംഗമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. OTTയിലും മികച്ച രീതിയിൽ മുന്നേറുന്നു, തിയേറ്ററിലും തുടരും മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ച കാണുന്നു. അപ്പം ഇത് തന്നെയാണ് ലാലേട്ടൻ്റെ 2 ചിത്രങ്ങളെ പറ്റിയുള്ള ഈ വർഷം റിലീഫായ 2 ചിത്രങ്ങൾ ഇപ്പോഴും തരംഗം തീർക്കുകയാണ്. അതിനിടയിലാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം ഇന്നലെ റിലീഫ് ചെയ്യുന്നു. 2007 റിലീഫ് ചെയ്ത ഒരു ചിത്രത്തിൻ്റെ 18 കൊല്ലത്തിന് ശേഷം അൻവർ റഷീദ്, മോഹൻലാൽ, അതുപോലെ മണിയമ്പിള്ള രാജുവിൻ്റെ നിർമ്മാണത്തിലിറങ്ങിയ ചിത്രം മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു പുതിയ റിലീഫിംഗ് ചിത്രങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കളക്ഷനാണ് നേടുന്നത്. ഇന്നലെ 40 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടിയ ചിത്രം ഇന്ന് ഏകദേശം പെരുന്നാൾ ദിനത്തിൽ 60 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ചിത്രം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന കാഴ്ച കാണുന്നു. കാഴ്ചയാണ് എനിക്കൊന്ന് കാട്ടുതി ബുക്കിംഗ് ആണ് ഇന്ന് കണ്ടുവരുന്നത്. കാരണം 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇന്ന് ചിത്രം കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1500 ടിക്കറ്റുകളും മണിക്കൂറിൽ വിറ്റ് മാറുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ 24 മണിക്കൂർ ട്രെൻഡിങ് ആയിരുന്നു, ഇന്ന് 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ വരുന്നു. അങ്ങനെ ബുക്ക് മൈ ഷോയിൽ നിന്ന് മികച്ച ബുക്കിങ്ങുമായിട്ട് മുന്നേറുന്ന ചിത്രം മികച്ച രീതിയിൽ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ റിലീഫിംഗ് ചിത്രങ്ങളിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് പടിയം തന്നെയാണ്. 2-ാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴ്, 3-ാം സ്ഥാനത്ത് ദേവദൂതൻ. ആ ദേവദൂതൻ്റെ സ്ഥാനം ഇപ്പോൾ നമ്മുടെ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം 40 ലക്ഷവുമായിട്ട് ആദ്യ ദിന കളക്ഷൻ്റെ കാര്യം പറഞ്ഞ്, മറ്റേതിൽ എനിക്ക് തോന്നുന്നു ദേവദൂതൻ തന്നെയാണ് 6.5 കോടി നേടി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യ ദിന കളക്ഷനിൽ 3-ാം സ്ഥാനത്തേക്ക് ചോട്ടാ മുംബൈ എത്തി. ചോട്ടാ മുംബൈയുടെ കളക്ഷൻ കുറയാനുള്ള ഒരു കാരണം ആയിട്ട് തിയേറ്ററിൻ്റെ എണ്ണം കുറവായിരുന്നു, ഷോ കൗണ്ട് കുറവായിരുന്നു. പക്ഷേ ഇന്നലെ ആൾക്കാരുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് ഷോയുടെ എണ്ണം കൂടി, തിയേറ്ററിലെ എണ്ണം കൂടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് കൃത്യമായിട്ട് 60-70 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ഇന്ന് നേടാൻ പോകുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 1 കോടി കടക്കുന്ന ചിത്രമായിട്ട് ചോട്ടാ മുംബൈ മാറുന്നു. മറ്റു പലരുടെയും ചിത്രങ്ങൾ റിലീഫിംഗ് പുതിയ ചിത്രങ്ങൾ പോലും 2 ദിവസം കൊണ്ട് 1 കോടി കടക്കാത്ത അവസ്ഥയിലാണ് മോഹൻലാലിൻ്റെ ഒരു റിലീഫ് ചിത്രം ഇങ്ങനെ 1 കോടി കടക്കുന്നത്. അപ്പം അതിശയിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ചോട്ടാ മുംബൈയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം പുതിയ ആഭ്യന്തര കുറ്റവാളി, നരിവേട്ട, പ്രിൻസ് എന്നീ ചിത്രങ്ങളിലെ കളക്ഷൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതാണ്. ഓക്കെ, ബൈ.